തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ രണ്ടാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം വ്യാഴം അനുകൂലമാണ്, രാഹുവും അനുകൂലമാണ്. അതുപോലെ ശനി താരതമ്യേന ഭേദത്തിലാണ് സഞ്ചരിക്കുന്നത്. എന്നാൽ 12-ൽ നിൽക്കുന്ന കേതു ചില നഷ്ടങ്ങളും ചില വ്യർത്ഥമോഹങ്ങളും ഉണ്ടാക്കി വയ്ക്കുമെന്ന് കാണുന്നു. അനാചാരങ്ങൾക്ക് പുറകെ പോകാനുള്ളൊരു മനസ്സ് കാണുന്നുണ്ട്. അതുപോലെ മലിന സ്ഥലത്ത് പെടുക, കാൽപാദങ്ങൾ, കാൽവിരലുകൾ, ഈ ഭാഗത്തൊക്കെ ഏതെങ്കിലും ഇച്ചിങ് പോലുള്ള അസുഖം അത് നേരാൻവണ്ണം ശുചിയായി വയ്ക്കാത്തതിൻ്റെ പേരിൽ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുപോലെ മനസ്സ് അകാരണമായി വിഷമിക്കാനുള്ള അവസ്ഥയും കാണുന്നു കേതുവിൻ്റെ 12-ലെ നില. എന്നാൽ 3-ൽ നിൽക്കുന്ന ചൊവ്വ ഇവർക്ക് മനസ്സിന് ശക്തി കൊടുക്കുന്നു. ആ മനസ്സിൻ്റെ ശക്തി കൊണ്ട് ഇവർക്ക് ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ വളരെ ശക്തമായി തങ്ങളുടെ കർമ്മമേഖലയിൽ വ്യാപരിക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സാമ്പത്തിക നേട്ടവും ഇവർക്കുണ്ട്. ഒരുപക്ഷെ വളരെ വലിയ നിലയിൽ അല്ലെങ്കിൽ വലിയ ഒരു ആശിച്ച തരത്തിലൊക്കെ കാശ് വരുന്നില്ലെങ്കിലും കാര്യങ്ങൾ അത്യാവശ്യം നടന്നു പോകാൻ തക്കവണ്ണം പണം ഈ ആഴ്ച ഇവർക്ക് ലഭ്യമാകും. പിതാവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഏതെങ്കിലും അസുഖത്തിൻ്റെ സംഭവവുമായി ബന്ധപ്പെട്ടോ കുറച്ച് പണം ചിലവഴിക്കേണ്ടി വന്നേക്കാം. സ്വന്തം ശരീരത്തിലും ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും ലോവർ അബ്ഡമിൻ ഭാഗങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള വേദനയോ മറ്റെന്തെങ്കിലും അസുഖത്തിൻ്റെ സാധ്യതകളോ ഉണ്ട്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സമയത്ത് വെള്ളം കുടിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതൊക്കെ സമയത്ത് അതിൻ്റെ ക്രമം തെറ്റാതെ കഴിക്കുക. അസിഡിറ്റി ഉളവാക്കുന്ന തരത്തിലുള്ള ആഹാരങ്ങൾ ഉപേക്ഷിക്കുക എന്നൊക്കെ ഇത്തരം കാര്യങ്ങളിൽ മരുന്നിൻ്റെ പശ്ചാത്തലത്തിൽ പറയാൻ സാധിക്കും. 3-ൽ നിൽക്കുന്ന ശുക്രനും അതുപോലെ തന്നെ ബുധനും അത്ര നല്ല ഒരു സമ്മാനമല്ല തരിക. ശുക്രൻ 3-ൽ നിൽക്കുന്നത് പൊതുവേ വലിയ ദോഷമൊന്നും ചെയ്യില്ല. സഹോദരന്മാരിൽ നിന്നും അടുത്ത ബന്ധുക്കളിൽ നിന്നും ഗുണം കിട്ടുമെങ്കിലും ഭാര്യ അല്ലെങ്കിൽ ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് ചില ചെറിയ പിണക്കമോ പ്രശ്നങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 25, 26, 27 ഉച്ചവരെ ഗുണമുള്ള ദിവസങ്ങളാണ്.